മലയിടം തുരുത്തിൽ ഒടുവിൽ പരിഹാരം. ഫോർമുല അംഗീകരിച്ച ഇരുവിഭാഗവും. അധികാരമേറ്റ ഉടൻ തന്നെ UDF സർക്കാരിന് തലവേദനയായ എറണാകുളം മലയിടം തുരുത്ത് ഭൂമി കുടിയിറക്കൽ പ്രശ്നത്തിൽ പരിഹാരമായി. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ സർക്കാരും പ്രാദേശിക ജനപ്രതിനിധികളും ചേർന്ന് നടത്തിയ നിർണായക ചർച്ചയിൽ ഉയർന്നുവന്ന സമവായ ഫോർമുല ഇരുവിഭാഗവും അംഗീകരിച്ചു. ഇതേ തുടർന്ന് സമരസമിതി സമരം ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. കുടിയിറക്ക ഭീഷണി നേരിടുന്ന ദളിത് കുടുംബങ്ങൾക്ക് അവർ നിലവിൽ കഴിയുന്ന ഭൂമിയിൽ തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന അംഗീകാരമാണ് ഒടുവിൽ അംഗീകരിക്കപ്പെട്ടത്. ചർച്ച വിജയിച്ചെന്നും തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ധാരണയായെന്നും യോഗത്തിനു ശേഷം മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. പുതിയ കരാർ പ്രകാരം മലയിടം തുരുത്തിൽ തർക്കത്തിലായിരുന്ന ശങ്കരൻ നായരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നിന്ന് തന്നെ 5 സെന്റ് വീതം ദളിത് കുടുംബങ്ങൾക്ക് നൽകും. പുരുഷന്മാർക്ക് ലിറ്റിൽ ഫ്ലവർ ബസ്സിൽ നാളെ സൗജന്യ യാത്ര. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വേറിട്ടൊരു പ്രതിഷേധവുമായി സ്വകാര്യ ബസ് ഉടമ. എറണാകുളം, ആലുവ, മാഞ്ഞാലിമൂട്ടിൽ സർവീസ് നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ എന്ന സ്വകാര്യ ബസ്സാണ് വ്യത്യസ്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. അന്നേ ദിവസം ലിറ്റിൽ ഫ്ലവർ ബസ്സിൽ പുരുഷന്മാർക്ക് ടിക്കറ്റ് നിരക്ക് ഈടാക്കില്ലെന്ന് ബസ്സുടമ വട്ടപ്പറമ്പ് സ്വദേശി ഡേവിസ് വ്യക്തമാക്കി. രാവിലെ 6:30 മുതൽ രാത്രി 8 വരെയുള്ള ട്രിപ്പുകളിലെല്ലാം ലിറ്റിൽ ഫ്ലവറിൽ പുരുഷന്മാർക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ പരിപാടിയിൽ പങ്കെടുത്ത കേരള MG മലയാളം സർവകലാശാല VC-മാർ. RSS പരിപാടിയിൽ പങ്കെടുത്ത കേരള MG മലയാളം സർവകലാശാല VC-മാർ. തിരുവനന്തപുരം ഉദയ കൺവെൻഷനിൽ നടന്ന പരിപാടിയിലാണ് VC-മാർ പങ്കെടുത്തത്. RSS മേധാവി മോഹൻ ഭാഗവതായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് സംഘപരിവാർ സംഘടനകളുമായുള്ള ബന്ധം നേരത്തെ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന പേരിൽ നടന്ന പരിപാടിയിലാണ് ഡോക്ടർ മോഹൻ കുന്നുമ്മൽ പങ്കെടുത്തത്. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. 2 നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. ബൈക്ക് അപകടത്തിൽ 2 മലയാളി വിദ്യാർത്ഥികൾ മരിച്ചു. കർണാടകയിലായിരുന്നു അപകടം. എറണാകുളം മുളുന്തുരുത്തി പെരുമ്പള്ളി എരുമേലിൽ വീട്ടിൽ ഗിരീഷ് കുമാറിന്റെ മകൻ ഗൗരീശങ്കർ, കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശി അതുൽ എന്നിവരാണ് മരിച്ചത്. കൊങ്കേരി BGS നഴ്സിംഗ് കോളേജിലെ BSc നഴ്സിംഗ് 4ാം വർഷ വിദ്യാർത്ഥികളാണിവർ. കൊങ്കേരി രാജരാജേശ്വരി ഡെന്റൽ കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ പ്രവചിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലിനും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളായതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഇടിമിന്നലുള്ള സമയത്ത് ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക.